ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറത്തു അൽ കഹ്ഫ്, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 45 വരെ നമ്മൾ പഠിച്ചു ആയത്ത്. ഇനി 46, 47 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മളൊന്ന് പാരായണം ചെയ്യാം, അതിനുശേഷം അർത്ഥത്തിലേക്കും വിശദീകരണത്തിലേക്കും പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്രിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയാ കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. 45, 46 ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്തത്. ജീവിതത്തിന് പൊതുവായ ഒരു ഉപമ പറയും. ഇതിനു മുമ്പ് ഒരു ഉപമ പറഞ്ഞു, രണ്ടാളുകളുടെ ഒരു പൊതുവായ ഉപമ പറയുകയാണ്. ഈ ഉപമ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് സൃഷ്ടിക്കുവാൻ ഉപകരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ഉപമയാണ്. ഇതിന് സമാനമായ ഉപമകൾ, ഈ ആശയം തന്നെ വരുന്ന സമാനമായ ഉപമകൾ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം അർത്ഥവത്തായ ഒരു ഉപമയാണ് ഈ ഉപമ എന്നത്. നമുക്കറിയാമല്ലോ, വളരെ കാലമായി കൃഷിയൊന്നും നടക്കാത്ത ഒരു ഭൂമി, ആ ഭൂമിയിൽ നമ്മൾ വ്യവസ്ഥാപിതമായി വളവും വെള്ളവും ചേർത്ത് കൃഷി ഇറക്കണം. ആ മുമ്പുള്ള ഭൂമിയും ആ കൃഷിഭൂമിയും തമ്മിലുള്ള മാറ്റം ഒന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കൂ നിങ്ങൾ. എത്ര കൗതുകകരമായ വിളകൾ, വിശാലമായി നിൽക്കുന്ന സമ്പത്ത്, കാണുന്ന ഏതൊരാളും അത് നോക്കിപ്പോകും. പ്രത്യേകിച്ചും അത് കൃഷി ചെയ്ത ആൾക്ക് അതിൻ്റെ പരിസരത്ത് നിന്ന് പോകാൻ കഴിയില്ല. അത്ര മനോഹരമായ, എല്ലാവരെയും ശ്രദ്ധിപ്പിക്കുന്ന മനോഹര കാഴ്ചയാണത്. ഇതുപോലെ തന്നെയാണ് നല്ലൊരു യുവാവ്, വളരെ സുമുഖനായ വ്യക്തി, കോടികളുടെ ആസ്തിയുള്ള ഒരാൾ, എത്രയോ പ്രശസ്തമായ സ്ഥാപനങ്ങളുടെ അതിൻ്റെ പേരിൽ, വിദേശ വാഹനങ്ങൾ, ജീവിത സൗകര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഉള്ള ഒരാൾ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊതു സദസ്സിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആളുകൾ എത്ര കൗതുകത്തോടെയാണ് അയാളെന്ന് നോക്കുക, എത്ര ശ്രദ്ധിക്കപ്പെടുന്നൊരവസ്ഥയായിരിക്കും. എന്നാൽ ഈ രണ്ടിനെയും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കൂ നിങ്ങൾ. ആ കൃഷിഭൂമി അത് വെള്ളം കിട്ടാതെ ഉണങ്ങി എല്ലാ കൃഷികളും നശിപ്പിച്ച് മഞ്ഞ നിറം പൂണ്ട് അവസാനം ഉണങ്ങി കരിഞ്ഞ് കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ചിതറിപ്പാറിപ്പോകുന്ന തുരുമ്പുകളായി മാറി. ഏത് സ്ഥാനത്താണെന്നറിയോ? ആ മനോഹരമായ, ആകർഷകമായ, സമ്പന്നമായ തോട്ടത്തിൻ്റെ സ്ഥാനത്ത് ഇന്ന് ചില തുരുമ്പുകൾ മാത്രം. ഇയാൾക്ക് വയസ്സായി, അല്ലെങ്കിൽ കച്ചവടങ്ങളും ഐശ്വര്യങ്ങളൊക്കെ നിലച്ചു. അങ്ങനെ അവസാനം എന്ത് ചെയ്യുന്നു? ഒന്നുമില്ലാത്ത ഒരു ദരിദ്രനായി, ജീവിതത്തിൻ്റെ ആയുസ് തീർന്ന്, യുവത്വം തീർന്ന്, പണം തീർന്ന്, പദവികൾ തീർന്ന് അയാൾ ഒന്നുമല്ലാത്ത ഒരു പൂജ്യത്തിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥ. എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു ഇതിനെ താരതമ്യം ചെയ്തത്. അപ്പോൾ ആ ഭൂമി ഏറ്റവും പ്രശോഭിതമായി ചെടികൾ നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇതൊക്കെ നശിച്ച് തുരുമ്പായി തീരുന്ന ഒരു പരിസമാപ്തിയെക്കുറിച്ച് പറഞ്ഞാൽ അത് ആ സ്ഥലത്ത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അതേപോലെ തന്നെ ഈ ഒരു യുവത്വവും സമ്പത്തും സൗകര്യങ്ങളും ഐശ്വര്യവും മഹത്വമൊക്കെയുള്ള ഈ വ്യക്തിക്ക്
സംഭവിക്കാനിരിക്കുന്ന ഒരു പരിണതിയെക്കുറിച്ച് പറഞ്ഞാൽ ആരെങ്കിലും അത് വിശ്വസിക്കുമോ? ഇതിനെയാണ് അള്ളാഹു താരതമ്യം ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു ഐഹിക ലോക ജീവിതത്തിന് അള്ളാഹു പറയുന്ന ഈ ഉപമയിൽ വളരെ അർത്ഥവത്തായ 3 ആശയങ്ങളെ അള്ളാഹു ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരാശയം എന്താണെന്ന് ചോദിച്ചാൽ, ഐഹിക ജീവിതത്തിന് മനോഹാരിതവും സുഖവും സന്തോഷവും ആസ്വാദനങ്ങളും ഉണ്ട്, അതാരും നിഷേധിക്കുന്നില്ല. പക്ഷേ അത് താൽക്കാലികമാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ജീവിതാവസ്ഥ എന്നും അനുഭവിക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ ലോകത്തെ ജീവിത സുഖ സൗകര്യങ്ങളിൽ മതിമറക്കുമ്പോൾ അതൊരു ശാശ്വതമാണെന്നും അതെന്നും എന്നോടൊപ്പം ഉണ്ടാകുമെന്നും നാം വിചാരിച്ചു പോകരുത്. ഇഹലോക ജീവിതത്തിലെ സുഖ സന്തോഷങ്ങൾ അത് താൽക്കാലികമാണ്. എത്ര രാജാക്കന്മാർ, എത്ര ഭരണാധികാരികൾ, എത്ര സമ്പന്നന്മാർ ലോകത്ത് വിലസി നടന്ന അവരൊക്കെ ഇന്നെവിടെ? ആ ചോദ്യം പ്രസക്തമാണ്. ഒന്നതാണ്. രണ്ടാമത്തൊരാശയം അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്നെടുക്കാൻ പോകുന്ന ഭാഗത്തിലുള്ളൊരു പ്രധാനപ്പെട്ട ആശയം, സമ്പത്തും സന്താനങ്ങളും എല്ലാം നല്ലതു തന്നെയാണ്. മനുഷ്യൻ്റെ പദവിയും അലങ്കാരവും ഒക്കെ വർദ്ധിപ്പിക്കാൻ അത് പറ്റും. പക്ഷേ ആ സമ്പത്തും സന്താനങ്ങളുമെല്ലാം ഗുണകരമായി ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ ദുരന്തവും അതിൽ തന്നെ ആയിരിക്കും. മക്കളെ കൊണ്ട് ജീവിതം തകർന്നു പോയ എത്ര ആളുകളുണ്ട്? സമ്പത്ത് കൊണ്ട് ജീവിതം തകർന്നു പോയ എത്ര ആളുകളുണ്ട്? അതുകൊണ്ട് അത് നാം ആലോചിക്കണം. ജീവിതത്തിന് അനുഗുണമായി തീരുന്ന, അലങ്കാരമായി തീരുന്ന വസ്തുക്കളോടുള്ള അമിതമായ സ്നേഹവും സത്യവും അസത്യവും മതനിയമങ്ങളും പാലിക്കാതെയുള്ള സമ്പത്തിനോടും സന്താനങ്ങളോടുമുള്ള സമീപനങ്ങളും വലിയ ഖേദവും നഷ്ടവും നമുക്ക് വരുത്തും. മൂന്നാമത്തെ ഒരു കാര്യം, സമയം കുറവാണ് ജീവിതത്തിന്. അതേപോലെ തന്നെ നമുക്ക് തിരക്കാണ്. ഇതിനിടയിൽ അൽബാഖിയാത്തു സ്വാലിഹാത്തുണ്ട്, എന്നെന്നും അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങളുണ്ട്. അതിന് ജീവിതത്തിൻ്റെ തിരക്കിടയിൽ സമയം കണ്ടെത്തണം എന്ന വളരെ ഗൗരവപരമായ ഒരു ഉത്ബോധനം കൂടെ ഇതിൽ ഉൾക്കൊള്ളുന്നു. നമുക്ക് വായിച്ചു നോക്കാം. വദ്രിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയാ കമാഇൻ അൻസൽനാ. വദ്രിബ് ലഹും, നബിയെ അവർക്ക് നീ ഉദാഹരിച്ചു നൽകുക, ഒരു ഉപമ അവർക്ക് നീ വിവരിച്ചു കൊടുക്കുക. അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ച് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ഒരു ഉപമ പഠിപ്പിച്ചു തരികയാണ്. സുഹൃത്തുക്കളെ, ഉപമയ്ക്ക് വളരെ വ്യക്തതയുണ്ട്, അതിന് ആശയ വൈപുല്യമുണ്ട്. ചിന്തിക്കും തോറും ബോധ്യതയും ആശയ വിശാലതയും വ്യക്തതയും നൽകാൻ ഉപമകൾക്കും ഉദാഹരണങ്ങൾക്കുമാകും. പറഞ്ഞു കൊടുക്കുക. എന്തിനെക്കുറിച്ചാണ് ഉപമ? അൽ ഹയാത്തി ദുനിയ, ഇഹലോക ജീവിതത്തെക്കുറിച്ച്. ഞാനും നിങ്ങളും ഇപ്പോൾ ആഗ്രഹിച്ചും ആശിച്ചും നിരാശപ്പെട്ടും ദുഃഖിച്ചുമെല്ലാം കഴിഞ്ഞുകൂടുന്ന നമ്മുടെ ഈ ജീവിതം, നമ്മുടെ മക്കൾ, നമ്മുടെ വീട്, നമ്മുടെ ജോലി, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സൗന്ദര്യം, അങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെല്ലാമുണ്ടോ അതിനെയെല്ലാം സമ്പൂർണമായി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഉപമയാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. ഏതുപോലെയാണ്? കമാഇൻ അൻസൽനാഹു മിനസ്സമാഇ, ആകാശത്തു നിന്നും നാം ഇറക്കിയ ഒരു മഴ പോലെ. ആകാശത്ത് നാം ഇറക്കിയ മഴ പോലെ. മഴ നിമിത്തമാണ്, മഴ നിമിത്തമാണ്. ഭൂമിയിൽ വിത്തുകളുണ്ട്, മണ്ണുണ്ട്, പക്ഷേ നനവാണ്, വെള്ളമാണ് അതിന് ജീവൻ നൽകുന്നത്. വെള്ളം അതിനെ സ്പർശിക്കുന്നതോടുകൂടെ അതെന്ത് ചെയ്യും? ജീവൻ വന്ന് ഇളകി ഒന്ന് ചലിച്ച് അത് മുള പൊട്ടി പുറത്തേക്ക് വരും. അതാണ് സംഭവിക്കുന്നത്. എന്നിട്ട് മഴയെ നാം ഇറക്കി. എന്നിട്ട് എന്താണ്? മഴ പെയ്തപ്പോൾ എന്തുണ്ടായി? ഫഖ്തലത ബിഹി നബാതുൽ അർദ്. നബാതുൽ അർദ്, ഭൂമിയിലെ സസ്യങ്ങൾ, ഭൂമിയിലെ സസ്യവർഗങ്ങൾ എന്ത് ചെയ്തു? ഫഖ്തലത ബിഹി, അതുമൂലം തഴച്ചു വളർന്നു, ഇടതിങ്ങി വളർന്നു.
അതായത് ആ കൃഷിയുടെ, ആ ചെടികളുടെ, അതിൻ്റെ ആ വളർച്ചയുടെ ആ ഒരു മഹത്വം, അതിൻ്റെ ആ ഒരു പ്രൗഢി, അതിൻ്റെ ഒരു ഗാംഭീര്യം, അതാണ് അവിടെ കാണുന്നത്. ഫഖ്തലത്ത ബിഹി നബാത്തുൽ അർദ്. അതെന്ത് ചെയ്തു? ഇടതിങ്ങി വരുന്നു. ഇടതിങ്ങി വന്നിട്ടോ فاختلط به نبات الأرض فأصبح هشيما تذروه الرياح فأصبح هشيما. എന്നിട്ട് അതെന്തായി തീർന്നു? വൈക്കോലായി തീർന്നു, തുരുമ്പായി തീർന്നു. തദ്റൂഹു റിയാഹ്, കാറ്റ് അതിനെ എന്ത് ചെയ്യും? പാറ്റിക്കളയുന്ന തുരുമ്പായി. കാറ്റ് പാറ്റിക്കളയുന്ന തുരുമ്പ്. ഭൂമിയിൽ ഇങ്ങനെ പിടിച്ചു നിന്ന് ഏറ്റവും വലിയ കാറ്റത്ത് പോലും ആടി ഉലയാത്ത ആ വലിയ വലിയ വൃക്ഷങ്ങളും ചെടികളും ഒക്കെ എന്ത് ചെയ്തു പറയുങ്ങൾ? ഉണങ്ങി, നിറം മാറി, ഗുണം നഷ്ടപ്പെട്ട് ചെറിയ കാറ്റിൽ എന്ത് തുരുമ്പുകളായി പാറിപ്പറക്കുന്ന അവസ്ഥ. ആദ്യത്തെ അവസ്ഥ, പിന്നീട് വന്ന പരിണതി. എന്നിട്ടോ അള്ള പറയാണ് വക്കാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകും. ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ അള്ളാഹുവിന് വളരെ എളുപ്പമാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, മനസ്സ് സങ്കല്പിക്കാത്ത അവസ്ഥകളിലേക്ക് ഭൂമിയെ മാറ്റി അത്തരം അവസ്ഥകളിലേക്ക് ജീവിതത്തെ മാറ്റാൻ അള്ളാഹുവിന് പറ്റും എന്നതാണ് ഈ ഉപമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജീവിതവും ഈ തോട്ടവും എങ്ങനെ ബന്ധപ്പെടുന്നു? തോട്ടത്തിനൊരു സമയത്ത് നല്ല പ്രൗഢിയും ആകർഷണീയതയൊക്കെ ഉണ്ട്, പക്ഷേ പിന്നീട് എന്തെന്ത് ചെയ്യും? ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് പോകുമെന്നർത്ഥം. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്തൊക്കെ ഉണ്ട് അതിൽ? ഈ ലോക ജീവിതത്തിൻ്റെ നിസ്സാരതയുണ്ട്, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. അതാണ് അതിൻ്റെ. ഇനി നോക്കൂ നിങ്ങൾ, ഇതിൻ്റെ തുടർച്ച തന്നെയാണ് അടുത്തായത്ത്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. അൽ മാലു വൽ ബനൂന. അൽ മാൽ ധനം, വൽ ബനൂന മക്കൾ, ധനവും മക്കളും. ധനവും മക്കളും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളാണ് സമ്പത്തും മക്കളും. നമ്മൾ ആലോചിച്ച് നോക്കുന്നത്, നമ്മുടെ അധ്വാനം, നമ്മുടെ ടെൻഷൻ, നമ്മുടെ സന്തോഷം, ഇതൊക്കെ എന്തിനായിട്ടനുബന്ധിച്ചാണ് ഉണ്ടാവുക? നിങ്ങൾ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതിനോടനുബന്ധിച്ചിട്ടാണ് അതുണ്ടാകുക. വിലപ്പെട്ടത് കിട്ടുമ്പോൾ സന്തോഷമുണ്ടാകും, വിലപ്പെട്ടത് നഷ്ടപ്പെടുമ്പോൾ ദുഃഖമുണ്ടാകും. വിലപ്പെട്ടതിനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൻ്റെ പ്രതീക്ഷകളും നിരാശകളും ആശകളൊക്കെ ആയിട്ട് മാറും. അതെന്താണ്? അവിടെ നിനക്ക് പണം കിട്ടാണ്ട്, ആ പൈസ നഷ്ടപ്പെട്ടു പോയി, എൻ്റെ കുട്ടി അങ്ങനെയായി, അവൻ അത് കഴിഞ്ഞാൽ ഇങ്ങനെയാവും, ആ ജോലി കിട്ടിയാൽ ഇങ്ങനെയാവും. നമ്മുടെ സ്വപ്നങ്ങളല്ലേ. അപ്പോൾ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരമാണ് ഇതൊക്കെ. അലങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? അലങ്കാരം അടിസ്ഥാനപരമായ ഒരു സംഗതി ഉണ്ടായി. ഒരു വാഹനം എഞ്ചിനാണ് അതിൻ്റെ മർമ്മം. പക്ഷേ നമ്മളെ എഞ്ചിനാണോ വാങ്ങുമ്പോൾ പരിശോധിക്കുക, ആര് ചോദിക്കും? പക്ഷേ അതിൻ്റെ പുറത്തുള്ള മോടി, അതിൻ്റെ സൗകര്യങ്ങൾ, അതൊക്കെയല്ലേ നമ്മൾ നോക്കുക. അതാണ് ഇതിൻ്റെ അടിസ്ഥാന കാര്യം. ഏതാണ്? ജീവിതത്തിൻ്റെ അലങ്കാരങ്ങൾ, ബാക്കി സൗന്ദര്യങ്ങളാണ് ധനവും സമ്പത്തും. ജീവിതത്തിന് ഭംഗി കൂട്ടാനും മാറ്റുകൂട്ടാനും മറ്റുള്ളവർക്ക് നമ്മെ കാണുമ്പോൾ മതിപ്പുളവാക്കാനുമൊക്കെ അത് സഹായകമായി തീരും. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. അപ്പോൾ നമ്മുടെ മുന്നിലൊരു മത്സരമുണ്ട്. ഇതിന് പോണോ? ഏത്? ഈ ഇഹലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന മക്കൾക്കും സന്താനങ്ങൾക്കും വേണ്ടി വിശ്രമമില്ലാതെ അതിൻ്റെ കൂടെ നടക്കണോ? അതോ ഈ തിരക്കിനിടയിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചൊക്കെ സമയം നഷ്ടപ്പെടാത്ത, അല്ലേ? എത്ര മനോഹരമായിട്ടാണ് നമ്മളൊരു
കല്യാണ സമയത്ത് അലങ്കാരം ഉണ്ടാക്കുക. പക്ഷെ അതെന്ത് ചെയ്യും, അത് കഴിഞ്ഞോട് കൂടെ എന്ത് ചെയ്തു, ഒക്കെ നമ്മൾ ഒഴിവാക്കും. എത്ര പണം നമ്മളതിന് വേണ്ടി ചിലവഴിക്കും ഡെക്കറേറ്റ് ചെയ്യാൻ. ആ പണം, ആ സംഗതി പിന്നെ നമുക്ക് ഉപകാരപ്പെടില്ല. അപ്പോൾ ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളാണ് ഇതൊക്കെ. എന്നിട്ട് ഖുർആൻ പറയണത് എന്താ, വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക്. വൽ ബാഖിയാത്തു അസ്വാലിഹാത്തു. ബാഖിയാത്ത് എന്ന് പറഞ്ഞാൽ അവശേഷിക്കുന്നത്. വൽ ബാഖിയാത്ത് അവശേഷിക്കുന്നത്. അസ്വാലിഹാത്ത് നല്ല പ്രവർത്തനങ്ങൾ, അതായത് ശാശ്വത കാര്യങ്ങൾ, എന്നെന്നും അവശേഷിക്കുന്ന നന്മകൾ, ബാക്കിയാകുന്ന നന്മകൾ. ഖൈറുൻ ഇൻദ റബ്ബിക, നിൻ്റെ റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും ഗുണമേറിയതാണ്. സവാബൻ, പ്രതിഫലത്താൽ ഏറ്റവും അധികം ഗുണമേറിയതാണ്. അതേപോലെ തന്നെ വഖൈറുൻ അമലൻ, ആശിക്കാൻ ഏറ്റവും ഉത്തമമായത്, അത് പ്രത്യാശയ്ക്ക് ഗുണമായിട്ടുള്ളതും നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്നതും അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും അധികം കൂലി കിട്ടുന്നതുമാണ് അൽബാഖിയാത്തു സാലിഹാത്ത്. അൽബാഖിയാത്തു സാലിഹാത്തിന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വിശദീകരണങ്ങൾ നമ്മൾ കേൾക്കണം. എന്താണ് ആ വിശദീകരണങ്ങൾ? അൽബാഖിയാത്തു സാലിഹാത്ത് ഇതിലെന്ത് ചെയ്യും, എല്ലാം ഉൾക്കൊള്ളും. ജമീഉ തആത്തിൽ വാജിബ വൽ മുസ്തഹിബ മിൻ ഹുഖൂഖില്ല, നിർബന്ധമായ നിസ്കാരം, നോമ്പ് കാര്യങ്ങൾ, സുന്നത്തായ കാര്യങ്ങൾ, വഹുഖൂഖ് ഇബാദി, തൻ്റെ അടിമകളോടുള്ള കടമകൾ, മിൻ സ്വലാത്ത്, നിസ്കാരങ്ങൾ, സക്കാത്ത്, സ്വതക്ക, ഹജ്ജ്, ഉംറ, തസ്ബീഹ്, തഹ്മീദ്, തഹ്ലീൽ, തക്ബീർ, വഖിറാഅത്തുൽ ഖുർആൻ, വതലബുൽ ഇൽമിൻ നാഫി, നല്ല വിജ്ഞാനത്തെ അന്വേഷിക്കൽ, അംറും ബിൽ മാറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കുക, വനഹിയും അനിൽ മുൻകർ, തിന്മ വിരോധിക്കുക, വസിലത്തു റഹ്മ, കുടുംബബന്ധം ചേർക്കുക, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളുമായുള്ള ബന്ധം, ഖിയാമു ബിഹഖി സൗജാത്ത്, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലെ കടമകളുടെ നിർവഹണം, അതേപോലെ തന്നെ മൃഗങ്ങളോടുള്ള സ്നേഹം, കാരുണ്യം, ജമീഉ വുജൂഹിൽ ഇഹ്സാൻ ഇല ഖൽഖ്, എല്ലാ സൃഷ്ടികൾക്കും ചെയ്യുന്ന ഗുണങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, കുല്ലു ഹാദാ മിനൽ ബാഖിയാത്തി സ്വാലിഹാത്ത്, ഇത് മുഴുവനും എന്നെന്നും അവശേഷിക്കുന്ന നന്മയിൽപ്പെട്ടതാകുന്നു എന്നാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉറങ്ങുന്നതിലിടയ്ക്ക് എന്തുമാത്രം നന്മകൾ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും, എത്രമാത്രം അവസരങ്ങളുണ്ട്. ഭൗതികമായൊരു സമ്പാദിക്കാനേ ഒരു 10,000 റുപ്യ ശമ്പളം കിട്ടുന്നൊരു ജോലി കിട്ടണമെങ്കിൽ നമ്മൾ എവിടെയൊക്കെ പോകണം, എന്തൊക്കെ പരിശ്രമങ്ങൾ നടത്തണം. അത് അങ്ങനെ എത്തിപ്പെട്ടെങ്കിൽ മാത്രമേ ആ ശമ്പളം നമുക്ക് കിട്ടുള്ളൂ. എന്നാൽ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നന്മ ചെയ്യാൻ, നന്മ പ്രവർത്തിക്കാൻ അവസരങ്ങളില്ലായ്മല്ലേ? എല്ലാവർക്കുമുണ്ട്. അതിന് പണച്ചെലവില്ല, സമയവും ശാരീരിക അധ്വാനവും മാത്രം മതിയില്ലേ. എവിടെ നടന്നു പോകുമ്പോൾ അവിടെ ഒരാളെ സഹായിക്കാൻ പറ്റുന്നു. ജീവിക്കുമ്പോൾ അവിടുത്തെ അയൽവാസികളുമായുള്ള ബന്ധം, നമ്മുടെ മാതാപിതാക്കൾക്ക് നാം ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ, രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറുകൾ, 5 നേരം സമയം കണ്ട് നിസ്കരിക്കുന്ന നമസ്കാരം, എന്തെല്ലാം അവസരങ്ങളാണ് ജീവിതത്തിലുള്ളതെന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. നന്മകൾക്കേ സമയമുള്ളൂ. ജീവിതത്തിൽ അതൊന്നും പാഴായി പോകില്ല. എന്നും ശാശ്വതമായി നമുക്ക് പ്രയോജനമായി, പ്രതിഫലമായി ഇതൊക്കെ നിലനിന്ന് കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനത്തെ ഒരു ജീവിത സമ്പാദ്യം ഇവിടെ നിന്ന് നേടിക്കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതില്ല എന്നാണ്. പക്ഷേ സത്യത്തിൽ നമ്മുടെ ആത്മപരിശോധന നടത്തുമ്പോൾ നമ്മൾ ഭൗതിക ജീവിതത്തിൻ്റെ മെച്ചത്തിന് വേണ്ടി, ലാഭത്തിന് വേണ്ടി ഉറക്കമൊഴിഞ്ഞ് ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും മാറ്റിവെച്ച് നമ്മൾ അധ്വാനിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പിന്നെ നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു പ്രതീകാത്മകമായൊരു ഉദാഹരണം. എന്താണ് ആ പ്രതീകാത്മകമായ ഉദാഹരണം? അതായത് ഒരു രാജാവ് ഒരാളോട് പറഞ്ഞു, നിനക്ക് എന്താണ് വേണ്ടത്? നിനക്ക് ഇവിടെ നിന്ന് നടന്ന് ഒരു ദിവസം കൊണ്ട് നടന്നു പോയാൽ എത്ര ദൂരം എത്താൻ പറ്റുമോ ആ ഭൂമി മുഴുവൻ നിനക്ക് തരുന്നതാണ്. അപ്പോൾ അയാൾ ഓടാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ആരെന്ത് പറഞ്ഞിട്ടും അയാളൊന്ന് വിശ്രമിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ഒന്നും ചെയ്യാതെ അയാൾ ഓടി.
ഓടി 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 എന്ത് ചെയ്തു വെച്ചാൽ അയാൾ തളർന്നു വീണു, ജീവിതം അവസാനിച്ചു. ഇതാണ് ആർത്തി. സമ്പത്തിൻ്റെ ആർത്തിക്ക് വേണ്ടിയുള്ള ഓട്ടത്തിൽ ഉറങ്ങാൻ മറക്കണം, വിശ്രമിക്കാൻ മറക്കണം, ആരോഗ്യത്തിന് ആവശ്യമായ വ്യായാമങ്ങൾ ഉപേക്ഷിക്കുന്നു, മതപരമായിട്ടുള്ള കടമകൾ നിസ്കാരങ്ങൾ ഉപേക്ഷിക്കുന്നു, രാത്രി വൈകി വന്ന് സുബഹി നിസ്കരിക്കാതെ ഉറങ്ങണ്. സുഹൃത്തുക്കളെ എന്താ ഉണ്ടാവുക നിങ്ങൾ? അവസാനം ഈ ദുനിയാവ് നേടി, ഈ ദുനിയാവ് കിട്ടുമോ? അവന് ഉപകാരപ്പെടും. ഈ ഭൂമി മുഴുവൻ അവൻ്റെതാണ്. പക്ഷേ എന്താ കിട്ടിയോ? അനുഭവിക്കാൻ കിട്ടിയോ? ഇല്ല. ഒന്നും അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ ആർത്തിയോടെ കിതച്ച് ഓടി അവസാനം എവിടെയെങ്കിലും വീണ് മലർന്നടിച്ച് വീണ് മമായോഗനി അൻകുമാലുകു ഇതാ തറദ്ദ വീണ് മരിച്ചു പോകുന്ന എത്ര ആളുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് എങ്ങോട്ട് പോവല്ല, ഒരർജൻറ്റുമില്ല, ഒരു ധൃതിയില്ല. ഒരു ദിവസം ഇവിടെ കിട്ടുകയാണെങ്കിൽ അത് നന്മ നിറഞ്ഞൊരു ദിവസമാക്കി മാറ്റുക. ഇത് മാത്രം ചിന്തിച്ചാൽ മതി സുഹൃത്തുക്കൾ. ഭൗതിക ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായും ഉത്തരവാദിത്വത്തോടെ നമ്മൾ നിർവഹിക്കുക. എത്ര സന്തോഷകരമായ ഒരു ജീവിതം ഇവിടെയും പരലോകത്തും കിട്ടും. എന്നാൽ എല്ലാ ദീനിനെയും വിസ്മരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ എവിടെയാണ് എത്തുക എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല എന്നർത്ഥം. ഇതാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഓതി നോക്കാം. വദ്രിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയാ കമാഇൻ അൻസൽനാഹു മിനസ്സമാഇ ഫഖ്തലത ബിഹി നബാതുൽ അർളി فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. 45-46 ആയത്തുകൾ നമ്മൾ പഠിച്ചത്. കാണാതെ പഠിക്കുന്ന ആളുകൾ ഇതും കൂടെ പഠിക്കാം. അർത്ഥം പല പ്രാവശ്യമായിട്ട് കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കാം. ഇഹലോക ജീവിതത്തിൻ്റെയുള്ള കടമകൾ നിർവഹിക്കുന്നതോടൊപ്പം പരലോകത്തെ വിസ്മരിക്കാതെ നമ്മുടെ മക്കളെയും സമ്പത്തിനെയും പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലാക്കി മാറ്റാനുള്ള പരിശ്രമങ്ങളാണ് ആവശ്യം. ഈ ഉദാഹരണങ്ങളും ഉപമകളും ജീവിതത്തിൻ്റെ മാർഗരേഖയായി സ്വീകരിച്ച് തഖ്വയോടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാം.